പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് വരച്ചിട്ടുള്ള ചില വരകളെ കുറിച്ചിട്ടും റഫായിട്ട് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. അല്ലാതെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ അങ്ങനെ A4 ഷീറ്റിലോ വരച്ചിട്ടുള്ളതല്ല. ജസ്റ്റ് ഒരു ടൈം പാസിന് ഞാനിങ്ങനെ ഈ കല്യാണക്കത്തിൻ്റെയൊക്കെ ബാക്കിലാണ് വരച്ചിട്ടുള്ളത്. ഈ കാണുന്ന ചിത്രം ഒരു കല്യാണക്കത്തിന് അതിൻ്റെ പിറകിലായിട്ട് വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. പിന്നെ ഇത് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു 10-11 വർഷം മുമ്പ് വരച്ചിട്ടുള്ളൊരു ചിത്രമായിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ വരച്ചിട്ട് എവിടെയോ ഏതോ ഒരു കവറിലെടുത്ത് വെച്ചു. അങ്ങനെ അതവിടെ ഇരുന്നു. അങ്ങനെയാണ് ഇതിപ്പോൾ കൈ കിട്ടിയത് വീണ്ടും. ഇത് സംഭവം നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു ബസ് സ്റ്റാൻഡ് ആണെന്ന് സങ്കല്പിച്ച് വരച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഇത് മറ്റൊരു ചിത്രമാണ്. ഇത് പിന്നെ കുറച്ചും കൂടി പുതിയതാണ്. ഒരു 7-8 വർഷം മുമ്പ് വരച്ചാണ് ഈ രണ്ട് ചിത്രങ്ങൾ. ഒന്ന് പ്രൈവറ്റ് ബസ്സാണ് ഈ കാണുന്നത്. ഹരേ കൃഷ്ണ എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റഫായിട്ട് വരച്ച ചിത്രങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ മുകളിൽ വരച്ചിട്ടുള്ളതെന്ന് വെച്ചെന്നാൽ ഒരു KSRTCയുടെ ഒരു പഴയൊരു ബസ്സാണ്. സൂപ്പർ എക്സ്പ്രസ് എന്ന് പറയും. എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പെയിൻറ്റിങ്ങിലുള്ള ബസ് ഇപ്പോൾ കാണാനില്ല. പിന്നെ അതുപോലെ ഞാൻ വരച്ചിട്ടുള്ളത് ഈ വരച്ചതിന് നേരെ പുറകിൽ തന്നെ ഒരു ബസ്സിൻ്റെ ഒരു മോഡൽ വരച്ചിട്ടുണ്ട്. അത് ഫുള്ളാക്കി വരച്ചിട്ടില്ല. ഇത് സംഭവം എൻ്റെ ഒരു ഫേസ്ബുക്കിലുള്ളൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു ബസ് ജീവനക്കാരനാണ്. അപ്പോൾ പണ്ടൊക്കെ ബസ്സുകൾ പല കളറിലുള്ള ബസ്സുകളായിരുന്നല്ലോ, ഇപ്പോഴത്തെ പോലെ ഒറ്റ നിറമല്ല. അപ്പോൾ ഇവർ ടെസ്റ്റിൻ്റെ സമയത്ത് ഇവർക്ക് അടിക്കാൻ പറ്റിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മോഡൽ വരച്ചതായിരുന്നു. അതുപോലെ തന്നെ ഇത് മറ്റൊരു ചിത്രമാണ്. ഒരു താഴത്തെ ഒരു പ്രൈവറ്റ് ബസ്സാണ്, മുകളിലൊരു KSRTCയുടെ ഒരു ബസ്സാണ് വരച്ചിട്ടുള്ളത്. പിന്നെ ഈ താഴത്തെ ബസ് എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ബസ്സാണ്. ആ ഒരു ഷേപ്പ് കണ്ട ഓർമ്മയിലുള്ള തിരുവനന്തപുരത്തൊക്കെ ഉള്ളൊരു ബസ്സായിരുന്നു പണ്ട്. നല്ല ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല, ഒരു കുറേ കൊല്ലം മുമ്പ്. അപ്പോൾ അതൊന്ന് വരച്ച് നോക്കിയതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു KSRTCയുടെ ഒരു ബസ്, ടാറ്റയുടെ ഒരു ബസ്സാണ്, അങ്ങനെ അത് വരച്ചാണ്. അപ്പോൾ പണ്ടത്തെ എൻ്റെ വര എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരുന്നു. ഇതുപോലെ എന്തെങ്കിലും ഈ റഫ് കടലാസ് കല്യാണ കത്തോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ അതിൻ്റെ പുറകിലൊക്കെ ആയിരുന്നു പണ്ടത്തെ വര. അല്ലാതെ ഒരു നോട്ട് ബുക്ക് അല്ലെങ്കിൽ A4 ഷീറ്റ് അങ്ങനെ അതിലായിട്ട് വരയ്ക്കുന്നൊരു ശീലമൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ അടുത്ത കാലത്താണ് ഇങ്ങനെ നോട്ട് ബുക്കിലൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത്. പിന്നെ ഇത് മറ്റൊരു പ്രൈവറ്റ് ബസ്സാണ്, സരോമ എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും അങ്ങനെ ആ പേരിൽ ബസ്സുണ്ട് കേട്ടോ, തിരുവനന്തപുരത്തിൻ്റെ ബസ്സുണ്ട് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ അതൊന്ന് വരച്ച് നോക്കിയതാണ് ഇത്. പിന്നെ അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ വേറൊരു പ്രൈവറ്റ് ബസ്സും കൂടി ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് പിന്നെ പെൻസിൽ കൊണ്ട് വരച്ചതാണ്. ധീരജ് എന്നുള്ള പേരിലാണ് ഇത് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പണ്ടത്തെ എൻ്റെ ചില വരകൾ. ഈ വീഡിയോയെക്കുറിച്ചിട്ടും ഞാൻ വരച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.